5 അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മതി. കർത്താവേ, തിരുവെഴുത്തുകളാൽ നമ്മളെ ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 5-6 വാക്യങ്ങൾ 1-6 അധ്യായത്തിന്റെ എഫെസ്യർ 1-5-6 വാക്യങ്ങളകത്ത് ഒരു വലിയ പ്രസംഗത്തിന്റെ വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ധ്യാനിക്കണം എന്ന് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ഇടപെട്ടത് ദത്തെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ദത്തെടുപ്പ്. എന്താണ് ദത്തെടുപ്പ്? എഫെസ്യ ലേഖനം 1-ാം അധ്യായം. ഞാൻ എഫെസ്യ ലേഖനത്തിന്റെ ചരിത്രം ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം ഇവിടെ എഫെസ്യർ ലേഖനം പൗലോസ് എഴുതിയതിനെ കുറിച്ചും ലേഖനങ്ങളുടെ റാണി എന്നൊക്കെ എപ്പോഴും ആ ചരിത്ര വിശദീകരണം ഞാൻ ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എഫെസ്യർ എഴുതിയതിന്റെ ചരിത്രം ഒന്നും പറയുന്നില്ല. പക്ഷെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതിലൊന്ന് ആത്മീയ അനുഗ്രഹങ്ങൾ. എന്താണ് ആത്മീയ അനുഗ്രഹങ്ങൾ? എന്താണ് ആത്മീയ അനുഗ്രഹങ്ങൾ? പൗലോസ് പറയുന്നു, 1 ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്താണ് ആത്മീയ അനുഗ്രഹങ്ങൾ? 1-ാം അധ്യായത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. 2 ക്രിസ്തു യേശുവിലൂടെയുള്ള ദത്തെടുപ്പ്. 3 പാപമോചനം. 4 പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഈ 4 കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ ആത്മീയ അനുഗ്രഹങ്ങളായി പൗലോസ് വെളിപ്പെടുത്തുന്നത്. 2-ാമത്തെ ഭാഗം 1-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന 2-ാമത്തെ ഭാഗം പൗലോസിന്റെ പ്രാർത്ഥനയാണ്. പൗലോസ് എഫെസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, അവർ ദൈവത്തെ കൂടുതൽ അറിയണം. കേൾക്കുന്നുണ്ടോ? അവർ ദൈവത്തെ കൂടുതൽ അറിയണം, അവരുടെ ആത്മീയ കണ്ണിനെ തുറക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉള്ളവർ മഷിയിട്ട് നോക്കിയ ബന്ധപ്പെട്ടതിനകത്ത് കാണും. ഏതാ? എനിക്ക് ദൈവത്തെ കൂടുതലൊന്ന് അറിയണം, എന്റെ ആത്മീയ കണ്ണിനെ ഒന്ന് തുറക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മഷിയിട്ട് നോക്കിയാൽ പാടാ കാണാൻ. കേൾക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന എന്തുവാ? ഞാൻ പറയുന്നത്, കാരണം നിങ്ങൾ പറയും പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് പാസ് അത് വെച്ച് കുത്തിയതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്വഭാവമൊക്കെ മാറുന്നുണ്ട് സാറേ, ശ്രദ്ധിച്ചു കേട്ടെ. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ? തന്റെ 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയാണ്. ഈ സഭാവിഭാഗം, ഈ ദൈവമക്കൾ, അവർ കൂടുതൽ ദൈവത്തെ അറിയണം, അവരുടെ ആത്മീയ കണ്ണിനെ തുറക്കണം. ഇതാണ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം. മതി.
അപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ ഇന്ന് പകൽ വേഗത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുന്നു. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകും. കാരണം പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ആ മഹത്വം അനുഭവിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒന്ന്, തിരു ഹൃദയത്തിന്റെ പ്രസാദം. എന്താണ് തിരുഹിതത്തിന്റെ പ്രസാദം? തിരുഹിതത്തിന്റെ പ്രസാദം എന്ന് പോൾ എഴുതിയതിന്റെ കാരണം എന്താണ്? തിരുഹിത പ്രസാദം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. ഹലോ, എന്തോ? ദൈവത്തിന്റെ സ്വന്തം ഇഷ്ട പ്രകാരമാണ് തിരുഹിതത്തിന്റെ പ്രകാരം പ്രസാദം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ദിവസം ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നിട്ട് ദൈവത്തെ ആരും ഉപദേശിച്ച കാര്യമല്ല. കേൾക്കുന്നുണ്ടോ? ഒരു ദിവസം ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നിട്ട് ആരും ദൈവത്തെ ഉപദേശിച്ച കാര്യമല്ല. കർത്താവ് ഒന്ന് ഇരുന്നേ, നമുക്കൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമല്ല. സ്വതന്ത്രം. രണ്ട്, മനുഷ്യരായിരിക്കുന്ന നമ്മുടെ പണം, സൗന്ദര്യം, പദവി ഇതൊന്നും കണ്ടിട്ടുമല്ല. പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആരും ചെന്ന് ദൈവത്തെ ഉപദേശിച്ചതല്ല, ആരും ദൈവവുമായിട്ടൊരു ചർച്ച നടത്തിയതല്ല. എന്നെ ശ്രദ്ധിച്ചിരിക്കണം, ചർച്ച നടത്തിയതല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പണമോ പദവിയോ പാരമ്പര്യമോ പ്രവൃത്തിയോ ഗ്ലാമറോ ഒന്നും കണ്ടിട്ടല്ല. പിന്നെന്താണ്? അവന്റെ തിരുഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നി നമ്മളെ രക്ഷിക്കാൻ. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു, ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നമായിരുന്നു, ദൈവത്തിന്റെ ഹൃദയത്തിലെ താല്പര്യമായിരുന്നു നമ്മളെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവരണം. ആരുടെയും നിർബന്ധത്താലല്ല, ആരുടെയും ഉപദേശത്താലുമല്ല, ആരുമായിട്ടിരുന്ന് ചർച്ച നടത്തിയതുമല്ല, തന്റെ സ്വന്തം ഇഷ്ടം. സ്വോത്രം, സ്വോത്രം. ആമേൻ, ഹല്ലേലൂയ. തന്റെ തിരുഹൃദയത്തിലെ തീരുമാനം, ആ തീരുമാനം ഹല്ലേലൂയ സ്വാതന്ത്ര്യമുള്ള തീരുമാനമായിരുന്നു. ആർക്കും അതിൻ്റെ അകത്ത് കൈകടത്താതെ തന്റെ സ്വതന്ത്രമായ തീരുമാനത്തിന്റെ അകത്ത്, തന്റെ അതിര് കവിഞ്ഞ സ്നേഹത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ തന്റെ അതിര് കവിഞ്ഞ ആഗ്രഹത്തിന്റെ അകത്ത്, തന്റെ അതിര് കവിഞ്ഞ സ്വപ്നത്തിന്റെ അകത്ത് നീയും നിന്റെ കുടുംബവും ഉണ്ടായിരുന്നതാണ് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഒരു അവസരം ലഭിച്ചത്. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ കരുണയാണ്, അവന്റെ സ്നേഹമാണ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവന്റെ തിരുഹിതത്തിന്റെ പ്രസാദത്തിന്റെ അകത്ത് എന്റെയും നിന്റെയും പേര് ആലേപനം ചെയ്തു വെച്ചത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നന്ദിയോട് സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? തിരുഹിതത്തിന്റെ പ്രസാദമെന്ന് പോൾ എഴുതാനുള്ള കാരണം അതാണ്. ഇതിന്റെ പുറകിൽ ഒരു മനുഷ്യകരമില്ല, ഇതിന്റെ പുറകിൽ ഒരു പൈശാചികകരമില്ല. ഇത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ആഗ്രഹവും ഇഷ്ടവും പ്രകാരമാണ്. അവന്റെ അതിരറ്റ കരുണയാണ്, അവന്റെ അതിരറ്റ സ്നേഹമാണ്, അവന്റെ അതിരറ്റ കൃപയാണ്. നിന്നെ കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള അവന്റെ സ്വപ്നമാണ്. ഹല്ലേലൂയ. തിരുഹിതത്തിന്റെ പ്രസാദത്തിൽ എന്റെയും നിന്റെയും പേരെഴുതിച്ചു. പേർക്ക് നന്ദി പറയാൻ പറ്റും?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? സ്തോത്രം. അമ്മിയിരിക്കുക അല്ലേ? ഇവിടെ ആയതുകൊണ്ട് പറയും എനിക്ക് കർത്താവിനെ കാണണം. ഇവിടെ ആയതുകൊണ്ട് പറയും സ്തോത്രം, എനിക്ക് കർത്താവിനെ കാണണം. എന്റെ ഒറ്റ ലക്ഷ്യം അതെ ഉള്ളൂ അല്ലേ? ഉണ്ടെന്നല്ലോ. ഞാനിത് അവസാനം കത്തിക്കാൻ വെച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ കത്തിയില്ലല്ലോ, എനിക്ക് വിഷയമല്ല. സ്തോത്രം ചെയ്യുക. ഇവിടെ ആയതുകൊണ്ട് എന്നാ പറയും, എനിക്ക് എന്റെ ഭാഷ, എനിക്ക് എന്റെ ഹൃദയം മുഴുവൻ അതാ പറച്ചിൽ. എന്താ ആഹളം ധരിക്കുമ്പോ എന്റെ യേശുവിനെ എനിക്ക് ആ പരുവത്തിനാണോ ജീവിക്കുന്നത്? അതുമല്ല, പക്ഷെ അതാണ് ആഗ്രഹം എന്നാണ് പറച്ചില്. പ്രത്യേകിച്ച് ഒരു ആത്മീയ കൂട്ടായ്മയാണെങ്കിൽ അതല്ലാതെ വേറൊന്നും പറയത്തില്ല. പുറത്തോട്ടിറങ്ങിയാൻ ചോദിച്ചേ, ഈ പുള്ളിയെ പുറത്തോട്ടിറങ്ങിയിട്ട് ചോദിച്ചേ എന്താ ആഗ്രഹം? വേറെ പല ആഗ്രഹം അല്ലേ? നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ട്, ഇല്ലേ? ഇല്ലേ? പ്രിയ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവന് മുൻപോട്ട് പഠിക്കാൻ പോകണം. അവൻ 2 ആഗ്രഹങ്ങളുണ്ട്. പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പദ്ധതി പരിശുദ്ധാത്മ വെളിപ്പെടുത്തി അറിയിച്ചു. അതിനുവേണ്ടിയുള്ള പോകാനുള്ള ക്രമീകരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ട്, ഇല്ലേ? ആഗ്രഹം ഇല്ലാത്ത ആരും ഉണ്ട് ഇവിടെ? ആഗ്രഹം ഇല്ലെങ്കിൽ നീ മനുഷ്യനല്ല, നീ വേറെന്തോ സാധനം. മാത്രം ആഗ്രഹം ഇല്ലാത്ത ആരും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഈ പ്രസംഗിക്കുന്ന എനിക്കും ഉണ്ടോ ആഗ്രഹം? നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? പറ. പിന്നെ സ്തോത്രം. 2-3 വന്നില്ലേലും എനിക്കറിയാം അവൻ ആഗ്രഹമുണ്ട്. അവൻ കാരണമൊക്കെ എന്നെ ബോധിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമുക്കെല്ലാം പല ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിന് ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നു, നമ്മളെ രക്ഷിക്കണം. ഇവിടെയാണ് ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ വലിപ്പം തിരിച്ചറിയേണ്ടത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ വലിപ്പം ഇവിടെ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ ദൈവത്തിന് അനാദികാലം മുതൽ അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, നമ്മളെ രക്ഷിക്കണം, നമ്മളെ പുറത്തു കൊണ്ടുവരണം, നമ്മളെ വീണ്ടെടുക്കണം, നമ്മളെ രക്ഷപ്പെടുത്തണം. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? അതേ ദൈവത്തെ വിശ്വസിക്കുന്ന നമ്മൾക്ക് പല ആഗ്രഹങ്ങൾ ഉള്ളപ്പോഴും ദൈവത്തെ അറിയാത്ത കാലത്ത് നമ്മൾക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും നമ്മുടെ ദൈവത്തിന് ഒറ്റ രക്ഷിക്കണം. ആ രക്ഷയാണ് അനുഭവപ്പെടുന്നത്. ആ രക്ഷ മറക്കരുത്, മറക്കരുത്. സ്തോത്രം. ആ രക്ഷയാ നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ പറയും, നമുക്ക് സ്വയം അഹങ്കരിക്കാൻ പോലും അവകാശമില്ല. ഇല്ല, നമുക്ക് സ്വയം അഹങ്കരിക്കാൻ പോലും എന്തില്ല, അവകാശമില്ല. എന്റെ കാര്യം, ദൈവത്തിന്റെ ആഗ്രഹം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചോ? നമ്മൾ നിന്നോ? കർത്താവിനെ വരുന്നതിന് മുമ്പ് എന്നാ പുള്ളികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞും വലിയ മാറ്റം ഇല്ലാത്തവരൊക്കെ ഉണ്ട്. സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ മാറണം കേട്ടോ, അതിലേക്കാ വരുന്നത്. സ്തോത്രം ചെയ്യുക. രാമേ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം അഹങ്കരിക്കാൻ പോലും അവകാശമില്ല. ചിലര് പറയാറുണ്ട്, ഞാൻ അവനെ കൊണ്ടുവന്നേ, ഇല്ലേ? ഞാൻ ആ കുടുംബത്തെ പറയാറില്ലേ? കേട്ടിട്ടില്ലേ? ഇല്ലേ?
ആദ്യമായിട്ട് കേൾക്കുവാണോ? സ്വതന്ത്രം. നിങ്ങൾ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം. ശ്രദ്ധിച്ചു കേട്ടെ. ചിലര് പറയും ഞാനാണ് അവനെ കൊണ്ടുപോകുന്നത്. സ്വതന്ത്രം. അച്ഛേ ഇച്ചിരി ഇറങ്ങിയിരുന്നോ? എന്നെ കാണുന്നില്ല. സ്വതന്ത്രം. ഇച്ചിരി അവിടെ ഇറങ്ങിയിരുന്നു. ദേശം ഓക്കെ. താങ്ക് യു. അപ്പൊ ശ്രദ്ധിച്ചേ, നമുക്ക് സ്വയം അഹങ്കരിക്കാൻ പോലും ഈ ഒരു പദവിയിൽ അവകാശമില്ല. ഓ കൃപ. ഇത് ഞാൻ വെറുതെ പ്രസംഗിക്കുന്നില്ല. എന്റെ പ്രാർത്ഥനാ മുറി ദൈവാത്മാവ് പഠിപ്പിച്ച കാര്യമാണ്. നമുക്ക് പോലും സ്വയം അഹങ്കരിക്കാൻ അവകാശം ഇല്ല. തന്റെ കൃപയാണ്. ശ്രദ്ധിച്ചേക്കണം. ചിലര് പറയാറുണ്ട് ഞാനാണ് അവനെ കൊണ്ടുവന്നത്. ചിലര് പറയാറുണ്ട് ഞാൻ ആ കുടുംബത്തെ കൊണ്ടുവന്നത്. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, അവരെ മറക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അവരെ ഓർക്കണം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം. അവരൊരു മുഖാന്തരമായെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരല്ല കൊണ്ടുവന്നത്. അങ്ങനെ പറയാൻ ആർക്കും അവകാശമില്ല. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു, അവന്റെ ഹൃദയത്തിലെ താല്പര്യമായിരുന്നു, അവന്റെ ഹൃദയത്തിലെ ഉദ്ദേശമായിരുന്നു നിന്നെയും നിന്റെ കുടുംബത്തെയും എന്നുള്ളത്. അതിനെ ചിലരെ മുഖാന്തരമാക്കി. അത്രയുള്ളൂ. എന്ന് പറഞ്ഞ് ഈ വചനം കേട്ടിട്ട് നാളെ കൊണ്ടുവന്നവർക്കെതിരെ നിൽക്കാനൊന്നും പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം, കരുതണം. പക്ഷെ ഞാൻ അങ്ങനെ ഉള്ളവരോട് പറയുന്നത്, നീ അവകാശം പിടിക്കരുത്. ഞാൻ കൊണ്ടുവന്നതാ, ഞാൻ നേടിയത്, നീ അവകാശം പിടിക്കരുത്. വചനം പറയുന്നു അവന്റെ തിരുഹിതത്തിന്റെ പ്രസാദത്തിന്റെ അകത്തുള്ള വ്യക്തിയായിരുന്നു. അവന്റെ തിരുഹിതത്തിന്റെ പ്രസാദത്തിന്റെ അകത്തുള്ള കുടുംബമായിരുന്നു അവർ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സ്തോത്രം ചെയ്യുന്നു. അതിരറ്റ ദൈവത്തിന്റെ ആഗ്രഹത്തെ, അതിരറ്റ ദൈവത്തിന്റെ കരുണ, അതിരറ്റ ദൈവത്തിന്റെ സ്വപ്നം, അതിന്റെ സാക്ഷാത്കാരത്തെയാണ്, അതിന്റെ ആ കർത്താവിന്റെ ആ താല്പര്യത്തെയാണ് തിരുഹിത പ്രസാദം എന്ന് പോൾ എഴുതിയത്. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ വാക്കാണ് ദത്തെടുപ്പ്. അതാണ് നമ്മുടെ പ്രധാന വിഷയം. ആരിലൂടെയാ നമ്മളെ ദത്തെടുത്തേ? പറ. അവിടെ എഴുതിയിട്ടുണ്ട് ക്രിസ്തു മുഖാന്തരം, അല്ലേ? ആരാ മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മളെ ദത്തെടുപ്പ്. ഈ ദത്തെടുപ്പ് എന്ന വാക്ക് പോൾ ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ചരിത്രം ശ്രദ്ധിച്ചു കേൾക്കണം. ദത്തെടുപ്പ് എന്ന വാക്ക് പോൾ ഉപയോഗിക്കാനുള്ള രാജ്യത്തിൽ ദത്തെടുപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവവും പ്രാധാന്യവുമുള്ള ഒരു കാര്യമായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ചരിത്രമാ, ബൈബിള് വായിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. പുരാതന കാലത്ത് റോമൻ സാമ്രാജ്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു ദത്തെടുപ്പ് എന്ന് പറയുന്നത്. ഈ റോമൻ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്, ഒരു കുടുംബത്തിന്റെ അകത്ത് പിതാവിന് ആണ് ഏറ്റവും പ്രാധാന്യം. ഒരു കുടുംബം മുൻപോട്ട് പോകുന്നത് പിതാവിന്റെ അധികാരത്തിലാണ്. സ്വതന്ത്രം ചെയ്യുന്നു. എവിടാ? റോമൻ സാമ്രാജ്യത്തിലെ നിയമമാണ്. ഒരു പിതാവിനെ കീഴ്പ്പെട്ട് വേണം കുടുംബം പോകാൻ. സ്വതന്ത്രം അല്ലേ? ഇന്ന് നേരെ തിരിഞ്ഞു. ഇന്ന് അപ്പന്മാര് പേടിച്ചായിരിക്കും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കോടാലി, അല്ലേ? ശരിയല്ലേ? നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം വാർത്തയാണ്. യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അന്ത്യനാളിൽ മക്കളില്ലാത്തവര് സന്തോഷിക്കും എന്ന് പറഞ്ഞ മച്ചിയായവള് സന്തോഷിക്കും. സത്യത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക്
ഒരു ചേർച്ചയില്ലായ്മയൊക്കെ തോന്നും. പക്ഷെ എന്നാ ഉദ്ദേശിച്ച് അന്ത്യനാളിൽ മക്കളില്ലാത്തവര് സന്തോഷിക്കും. എന്താ കാര്യം? ഇപ്പൊ ഉണ്ടായല്ലോ എന്നോർത്ത് പല അപ്പനും അമ്മയും വിഷമിക്കുക. ശരിയാണോ? നിങ്ങളുടെ ഇരിപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ കേരളത്തിലല്ല അമേരിക്കയിലെ തോന്നുമല്ലോ ഇരിപ്പൊക്കെ കണ്ടു. അതങ്ങനെ ന്യൂസ് കാണാൻ നേരമില്ലല്ലോ. സിനിമയും സീരിയലും കോമഡി കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ. സ്തോത്രം, സ്തോത്രം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പോൾ അന്നത്തെ കാലത്ത് പിതാവിനായിരുന്നു ഏറ്റവും മുൻഗണന. പിതാവ് പറയുന്നതിനപ്പുറം കുടുംബം തീരുന്നു പോകരുത്. അപ്പോൾ ആ പിതാവിന് തന്റെ മക്കളുടെ മേൽ ഭയങ്കര അധികാരമായിരുന്നു, നിയമം അവിടുത്തെ. അപ്പൊ ഒരു പിതാവിനൊരു മകനുണ്ടെങ്കിൽ ആ മകനെ വിൽക്കാനും ആ മകനെ തടവിലാക്കാനും ആ മകനെ എന്തിനാ കൊല്ലാൻ പോലുമുള്ള നിയമം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. എന്തുവാ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകന്റെ പിതാവിന് ആ മകനെ വിൽക്കാൻ അന്ന് അധികാരമുണ്ട്. അതേപോലെ ആ മകനെ തടവിലാക്കാൻ അധികാരമുണ്ട്. എന്തിനാ മകനെ കൊല്ലാൻ പോലും പിതാവിന് നിയമപ്രകാരം അധികാരമുണ്ട് ആ കാലത്ത്. കാരണം പിതാവിന് അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില അപ്പന്മാരൊക്കെ ഇരുന്ന് ആലോചിക്കുക, ആ അധികാരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് തകർത്തേനെ. സ്തോത്രം, ഹല്ലേലൂയ. ഏതൊരാമൻ പറഞ്ഞേ? ഇതേപോലെ തന്നെ ഈ അധികാരമുള്ള പിതാവിന് ഒരു മകനെ ദത്തെടുക്കാനുമുള്ള നിയമവും അന്നുണ്ട്. അതുകൊണ്ട് ഒരു മകനെ ദത്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ എല്ലാവിധ അധികാരവും പിതാവിനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങള്? ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപോട്ട് വരുന്നത് മക്കൾ ഇല്ലാത്തവരാണ് മുൻപോട്ട് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ ദത്തെടുപ്പിന് വളരെ ഗൗരവം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. കാരണം ഈ ദൂത് പ്രാപിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ ഇത് പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അന്നത്തെ കാലത്ത് ദത്തെടുപ്പിന് വളരെ ഗൗരവമായ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ ദത്തെടുപ്പ് 2 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് 2 ഘട്ടങ്ങളായിട്ടാണ് ദത്തെടുപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഘട്ടം ദത്തെടുക്കുന്നയാളും കുട്ടിയുടെ ഉടമസ്ഥനായ പിതാവും തമ്മിലാണ് ഒന്നാമത്തെ ഘട്ടം. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദത്തെടുക്കാൻ വരുന്ന ആള് ദത്തെടുക്കേണ്ട കുഞ്ഞിന്റെ അടുത്ത് വരും. ഉടനെ ആ കുഞ്ഞുമായി പിതാവ് അവിടെ ഉണ്ട്. അപ്പോൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന്റെ പ്രതീകമായി ത്രാസും ചെമ്പു നാണയവും കൊണ്ടുവരും. എന്നിട്ട് ഈ ദത്തെടുക്കാൻ വന്ന മനുഷ്യൻ ഈ ചെമ്പു നാണയം കുട്ടിയുടെ ഉടമസ്ഥനായ പിതാവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഈ പിതാവ് ആ കുഞ്ഞിനെ ആ ത്രാസിൽ വെക്കും. എന്ത് ചെയ്യും? ത്രാസിൽ വെക്കും. ഇങ്ങനെ ത്രാസിൽ വെച്ച് അപ്പൻ ചെമ്പു നാണയം മേടിച്ച് കുഞ്ഞിനെ ത്രാസിൽ വെക്കും. ഉടനെ തന്നെ ഈ അപ്പൻ മേടിച്ച ചെമ്പു നാണയം തിരിച്ചു കൊടുത്തിട്ട് ആ കുഞ്ഞിനെ വാങ്ങും. നിങ്ങൾക്ക് സന്തോഷമായല്ലേ? ഇല്ല. ഈ നാണയം തിരിച്ചു കൊടുത്തിട്ട് തന്റെ കുഞ്ഞിനെ തിരിച്ചു മേടിക്കും. ഇതേപോലെ വീണ്ടും ചെമ്പ് നാണയം കൊടുക്കും,
കുഞ്ഞിനെ ത്രാസി വെക്കും. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. 3-ാം പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ പിന്നെ ആ അപ്പൻ നാണയം തിരിച്ചു കൊടുക്കത്തില്ല, ആ കുഞ്ഞിനെ തിരികെ മേടിക്കത്തില്ല. ഇതാണ് 1-ാം ഘട്ടം എന്ന് പറയുന്നത്. ദത്തെടുപ്പിന്റെ 1-ാം ഘട്ടം ഇതാണ്. 3 പ്രാവശ്യം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ദത്തെടുപ്പിന്റെ 1-ാം ഘട്ടം അന്നത്തെ കാലത്ത്. 2-ാം ഘട്ടം എന്ന് പറയുന്നത് ഈ ദത്തെടുത്ത കുഞ്ഞുമായിട്ട് പ്രൈറ്റർ എന്നറിയപ്പെടുന്ന റോമൻ മജിസ്ട്രേറ്റിൽ ഈ കുഞ്ഞുമായിട്ട് ഈ ദത്തെടുത്ത മനുഷ്യൻ പോകും. അവിടെ ചെന്നിട്ട് ഈ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള അപേക്ഷ കൊടുക്കും. സ്വതന്ത്രം. ഞാൻ ഇത് പറയുന്നത് പൗലോസ് ഈ വാക്യം എഴുതിയ കാലത്തെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്ത് ചെയ്യും? അപേക്ഷ വെക്കും. അപേക്ഷ വെച്ചിട്ട് ആ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഈ മനുഷ്യൻ വാദിക്കും. ഈ മനുഷ്യൻ വാദിച്ച് ഹല്ലേലൂയ ഇവനെ ദത്തെടുത്തു എന്നുള്ള അനുവാദമുള്ള വിധി ഈ മനുഷ്യൻ മേടിക്കും. അപ്പൊ 1-ാമത്തെ ഘട്ടം എന്തായിരുന്നു? ഉടമസ്ഥനായ അപ്പന് ചെമ്പ് നാണയം കൊടുത്ത് 3 പ്രാവശ്യം അങ്ങോട്ട് കൊടുത്തും മേടിച്ചും അത് പൂർത്തിയാക്കും. 1-ാം ഘട്ടം. ദത്തെടുത്ത കുഞ്ഞുമായിട്ട് ഹല്ലേലൂയ റോമൻ മജിസ്ട്രേറ്റിൽ വന്നിട്ട് അപേക്ഷ കൊടുത്ത് വാദിച്ച് ആ കുഞ്ഞ് തന്റേതാണെന്നുള്ള ആ ദത്തെടുപ്പിന്റെ വിധി ആ മനുഷ്യൻ മേടിക്കും. ഇത് രണ്ടും പൂർത്തിയാകുമ്പോഴാണ് ദത്തെടുപ്പ് അന്നത്തെ കാലത്ത് കംപ്ലീറ്റ് ആകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ച് ചെവി തുറന്ന് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദത്തെടുത്ത കുഞ്ഞ് ഇനിയും പഴയ മനുഷ്യനല്ല, അവനൊരു പുതിയ മനുഷ്യനാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദത്തെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അവൻ പഴയ മനുഷ്യനല്ല, അവൻ പുതിയ മനുഷ്യനാണ്. ദത്തെടുപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പഴയ ബന്ധങ്ങളോ പഴയ സാഹചര്യങ്ങളോ പഴയ ഹല്ലേലൂയ ബാധ്യതകളോ ഒന്നും ഇവനെ ബാധിക്കത്തില്ല. ഇവൻ അതുമായിട്ട് ബന്ധമുണ്ടാവരുത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അവനെ ദത്തെടുക്കുന്നതിന് മുമ്പുള്ള എല്ലാ സാഹചര്യത്തിൽ നിന്നും അവൻ പൂർണ്ണ വിമുക്തനാകുകയാണ്. വെളിപ്പാട് കിട്ടുന്നുണ്ടോ? വെളിപ്പാട് കിട്ടുന്നുണ്ടോ? മറ്റുള്ള കാര്യമൊക്കെ പറയുമ്പോ എന്നെ ആവശ്യമാണ്, ഇതൂടെ കേൾക്കണം. ഹല്ലേലൂയ. വെളിപ്പാട് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ദത്തെടുത്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ ദത്തെടുക്കുന്നവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും നീ പുതിയ കുടുംബത്തിന്റെ അംഗമാ. ഇനിയും നിനക്ക് പുതിയ അഡ്രസ്സാ. നീ പഴയ ആളല്ല. നീ പഴയ സ്വഭാവ രീതി നിനക്കൊണ്ടാകരുത്. പഴയ ജീവിത രീതി നിനക്കൊണ്ടാകരുത്. പഴയ ബന്ധങ്ങൾ നിനക്കൊണ്ടാകരുത്. പഴയ സാഹചര്യങ്ങൾ നിനക്കൊണ്ടാകരുത്. നീ പുതിയ കുടുംബത്തിന്, നീ പുതിയ അഡ്രസ്, നീ പുതിയ കുടുംബത്തിൽ വെളിപ്പാട് എത്രവർക്ക് കിട്ടുന്നത്? ആ വെളിപ്പാട് കിട്ടുമോ? സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ ദൂത്? ഇന്ന് ചെവി തുറന്ന് കേട്ടോളാം ദൂത്. ഹല്ലേലൂയ. ക്രിസ്തു പിതാവ് നിന്നെ ദത്തെടുത്തെങ്കിൽ നീ പഴയ ആളല്ല. പഴയ സ്വഭാവം ഇനി ഉണ്ടാകരുത്. പഴയ ജീവിത രീതി ഉണ്ടാകരുത്. പഴയ സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. നീ പുതിയ ആളാണ്. ഈ പാപലോകത്തിന്റെ ആ പീഡയിൽ നിന്ന് പിതാവായ ദൈവം തന്റെ പുത്രൻ നിന്നെ വീണ്ടും നീ അവകാശിയാണ് മറക്കുന്നത്.
നീ ഇരിക്കുന്നത് ഒരു സൗഭാഗ്യത്തിനകത്ത്, നീ ഇരിക്കുന്നത് ദാരിദ്ര്യത്തിലല്ല, നീ ഇരിക്കുന്നത് കഷ്ടതയിലല്ല, നീ ഇരിക്കുന്നത് സ്വർഗീയ ഭവനത്തിൽ സൗഭാഗ്യത്തിന്റെ ആത്മാവിസ്തുതിക്കണം, ആത്മാവിസ്തുതിക്കണം, ആത്മാവിസ്തുതിക്കണം. നീ പറ, ഞാൻ ദാരിദ്ര്യത്തിലല്ലിരിക്കുന്നത്, ഞാൻ കഷ്ടതയിലല്ലിരിക്കുന്നത്. ഒരുവനെ ദത്തെടുത്ത് അവന്റെ ഭവനത്തിൽ എന്നെ ആക്കി, ഒരുവനെ ദത്തെടുത്ത് അവന്റെ സംവിധാനത്തിലേക്ക് എന്നെ ആക്കി, ഒരുവനെ അവന്റെ അവകാശത്തിൽ ദൈവത്തെ വിടവിടുക. പഴയ ചില ശക്തികൾ, പഴയ ചില പഴയ ചില വെല്ലുവിളികൾ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നു. പഴയ സാഹചര്യങ്ങൾ, പഴയ പാരമ്പര്യങ്ങൾ, പഴയ ശക്തികൾ, പഴയ വെല്ലുവിളികൾ നിനക്കെതിരെ അങ്ങനെ വരുന്ന സ്ഫൂർത്തത്തോടെ വീഴ്ചാൻ വരുമ്പോൾ നീ വാ തുറക്കുന്നത്. ഞാൻ പഴയ സാഹചര്യത്തിലല്ല, ഞാൻ പഴയ ഉടുപ്പത്തോടെയല്ല, എന്നെ പുതിയ കുടുംബത്തിലാക്കിയ, എനിക്ക് പുതിയ ശക്തികൾ വിട്ടുമാറുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. കൃപ വ്യാപരിക്കട്ടെ, 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 കൃപ വ്യാപരിക്കട്ടെ. ഇന്ന് ചില പാരമ്പര്യ ശക്തികൾ അഴിയുന്നു, ഇന്ന് ചില പാരമ്പര്യ ശക്തികൾ വിട്ടു മാറുന്നു. ഇന്നത്തെ സ്വർഗത്തെ വന്നില്ലേ, ഇന്നത്തെ സ്വർഗത്തെ വന്നില്ലേ, ചിന്തയിൽ വന്നില്ലേ. അല്ലെങ്കിൽ എന്റെ മനസ്സോടാണ്, എന്റെ മനസ്സോട് ചിലത് മാറിപ്പോകുന്നു, ചിലത് മാറിപ്പോകുന്നു, ചിലത് മാറി നിന്നെ പിൻപറ്റി വരുന്ന, നിന്നെ പിൻപറ്റി വരുന്ന, നിന്നെ പിൻപറ്റി വരുന്ന ശക്തികൾ ഇത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നത് ഞാൻ വെളിപ്പാടി കാണുന്നു. നിന്റെ കുടുംബത്തെ വിട്ടു മാറുന്നത്, നിന്റെ തലമുറയെ വിട്ടു മാറുന്നത്, നിന്റെ ഭാവിയെ വിട്ടു മാറുന്നത് ഭാവിൽ ഭംഗയം. കഴിഞ്ഞാൽ പിന്നെ ആ പഴയ ഇവന്റെ മേൽ അവകാശം പറഞ്ഞ് വരത്തില്ല. ദത്തെടുപ്പ് കഴിഞ്ഞാൽ ആ പഴയ സാഹചര്യം ഇവന്റെ മേൽ അവകാശം പറഞ്ഞ് വരത്തില്ല. ദത്തെടുപ്പ് കഴിഞ്ഞാൽ ആ പഴയ ബന്ധങ്ങൾ ഇവന്റെ മേൽ അവകാശം പറഞ്ഞ് വരത്തില്ല. എത്ര വെളിപ്പാട് കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് വടക്ക്
അവകാശമില്ല. വീരബാല ഹസ്താനന്ദ ആത്മാവി പ്രാർത്ഥിച്ചു, ആത്മാവി പ്രാർത്ഥിച്ചു, ആത്മാവി പ്രാർത്ഥിച്ചു, ആത്മാവി പ്രാർത്ഥിച്ചു, ആത്മാവി പ്രാർത്ഥിച്ചു, ആത്മാവി പ്രാർത്ഥിച്ചു. ൂഢഭാര ഭാരകാല ധിംഗൂഢ രക്തമാന ൂഢഗമാന അതരോ പതന വികടന ദേവന അതാ വികടന ഞാൻ ആത്മാവി കാണുന്നു, ഞാൻ ആത്മാവി കാണുന്നു. ഇജനു പോലെ നിന്നെ പിന്തുടരുന്ന, ഇജനു പോലെ നിന്റെ തലമുറയെ പിന്തുടരുന്ന, ഇജനു പോലെ നിന്റെ കുടുംബത്തെ പിന്തുടരുന്ന, ഇജനു പോലെ നിന്നെ പിന്തുടരുന്ന ശക്തികൾ ഈ നോവിന്റെ ഈ പ്രാർത്ഥനയുടെ ആരാധിച്ചോ, പിൻപറ്റുന്നവരെല്ലാം പഴയ അവകാശങ്ങൾ, പഴയ ഉടമസ്ഥതകൾ, പഴയ അധികാരങ്ങൾ നാമത്തിൽ അഴിഞ്ഞു അഴിഞ്ഞു തുടങ്ങ, 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 അഴിഞ്ഞു വെളിപ്പാട് കിട്ടുന്നുണ്ടോ, വെളിപ്പാട് കിട്ടുന്നുണ്ടോ? റോമൻ കാലഘട്ടത്തിൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഇവരെ രക്ഷപ്പെടുത്തുകയൊന്നുമില്ല. അനുവാദത്തിന്റെ അധികാര പത്രം മനുഷ്യ മേടിക്കുന്നു. എന്താണ് ഇതിന്റെ പൊരുട്? എന്താണ് ഇതിന്റെ പൊരുട്? ചൊരിയുക അവന്റെ രക്തത്തിന്റെ മുദ്ര, അവന്റെ ആത്മത്തിന്റെ മുദ്ര നിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി സ്വഭാവം ഇത് വിടുതലിന്റെ സമയമാണ്, ഇത് വിടുതലിന്റെ സമയമാണ്, ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്, ഇത് ദൈവ മഹത്വത്തിന്റെ സമയമാണ്. അവരുടെ തിരുവനന്തപുരത്ത് തുറന്ന് പ്രവർത്തിക്കുക, തുറന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുടെ ശക്തി ഇതിന്റെ ഭംഗി ദൈവമായ കുടുംബങ്ങളിൽ ഏതായിരിക്കും
സ്വാതന്ത്ര്യം വ്യാപരിക്കുക, സ്വാതന്ത്ര്യം വ്യാപരിക്കുക. നീ പോലും അറിയാതെ, നീ പോലും അറിയാതെ, നിന്നെ പോലും അറിയിക്കാതെ, വെളിപ്പെടുത്താതെ പറഞ്ഞെടുത്ത് നിങ്ങളുടെ ചില അവകാശങ്ങൾ, ചില അധികാരങ്ങൾ, ചില പ്രായ ശക്തികൾ പോരാടുന്നതിനോട് ഇത് വാങ്ങോട്ട് വരാൻ ഞാൻ നിന്റെ ഉടമസ്ഥയിലായിരുന്നു. ഇന്നലകളിൽ എന്താ ഞാൻ അങ്ങനല്ല, എന്നോട് ദത്തെടുത്തു, എന്നോട് ദത്തെടുത്തു. അവനാണെന്റെ ഉടയവൻ, അവനാണെന്റെ ഉടമസ്ഥൻ, അവന്റെ കൈവശത്താണ്, അവനാണെന്റെ ആധിപത്യം. വീരമാണ് വീരമാണ് വീരമാണ്. Oh, come on, come on, come on, come on, come on, come on. Yes. ദൈവം വിടുതൽ ചെയ്തുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ ദൈവപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ കർത്താവ് കാണിക്കുമ്പോ ഇന്നെ കെട്ടിയതല്ല, ഇനി ഞാൻ അത് കെട്ടിയതല്ല. ഇതമന ഭക്തര് നികൽപ്പവന രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് നിന്നോട് അവകാശം പറഞ്ഞതെന്ന, രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിന്നോട് അധികാരം പറഞ്ഞോണ്ടതെന്ന ആ പഴയ ഉടമസ്ഥതയില്ലേ, ആ പഴയ അവകാശങ്ങളില്ലേ, അവിടെയൊക്കെ വെടിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ
മനസ്സിലായോ? നീ കുറച്ചു നേരം എന്നെ ഒന്ന് കേട്ടോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ആ മേഖലയെ ഇന്ന് പകൽ ദൈവം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ദൈവം വിടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇനി ശാന്തമായിട്ടൊന്ന് തിരിച്ചറിഞ്ഞേ. ദത്തെടുപ്പ് കഴിഞ്ഞാൽ, അതുകൂടെ പറയണം, ദത്തെടുപ്പ് കഴിഞ്ഞാൽ നീ പിന്നെ പഴയ മനുഷ്യനല്ല. ഒന്ന് സ്വയ പരിശോധന ചെയ്തേ. 2026 വർഷങ്ങൾക്ക് മുമ്പിൽ ദത്തെടുക്കാനുള്ള സംവിധാനം ദൈവം കംപ്ലീറ്റ് ചെയ്തു. നീ യേശുവിനെ അറിഞ്ഞ നാള് മുതൽ നീ ആ പഴയ മനുഷ്യനല്ല, നീ പുതിയ മനുഷ്യൻ. നീ പഴയ കുടുംബത്തിലല്ല, നീ പുതിയ ദൈവഭവനത്തിൽ. പഴയ അവകാശങ്ങളല്ല നിനക്ക്, പുതിയ ദൈവിക അവകാശം. എന്റെ ചോദ്യം, ദത്തെടുത്തിട്ടും പഴയ സ്വഭാവം ഉണ്ടോ? ദത്തെടുത്തിട്ടും പഴയ സ്വഭാവം ഉണ്ടോ? ഉണ്ടതില്ല. എന്ന് വെച്ചാൽ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പേ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക്. ആ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഇപ്പോഴും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റിക്കണം. പുതിയ ഭവനത്തിൽ അത് നടപ്പാകണം. ഈ ഭവനത്തിൽ അത് നടപ്പാകും. സ്തോത്രം, സ്തോത്രം. ദത്തെടുത്തവൻ തന്നെ കൈവിടേണ്ട ഗതികേട് വരുത്തരുത്. ദത്തെടുത്തവൻ തന്നെ നിന്നെ വിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. പഴയ സ്വഭാവം ഉണ്ടാകരുത്. പഴയ ബന്ധങ്ങൾ ഉണ്ടാവരുത്. പഴയ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. ദത്തെടുത്തവൻ നിന്നെ വേർതിരിച്ചു മാറ്റിയെങ്കിൽ നീ ഒരു പുതിയ മനുഷ്യൻ. പുതിയ സാഹചര്യം, പുതിയ ബന്ധങ്ങൾ, പുതിയ അനുഭവങ്ങൾ. സ്തോത്രം. പലരുടെയും വിചാരം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ പുക വലിക്കുമായിരുന്നു. ഞങ്ങള് തടിയൂർക്ക് മാറുന്നതിന് മുമ്പ്
ഇവിടെ താമസിക്കുമ്പോൾ കുമ്മനാട് ചർച്ചിൽ ആരാധിക്കാൻ പോകുന്ന സമയത്ത് നാരകത്താന് കഴിഞ്ഞപ്പോ ഒരച്ഛനും അമ്മാമയും കൂടെ ചർച്ചിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അച്ഛൻ ഫ്രണ്ടിൽ, അമ്മാമ പുറകിൽ. അച്ഛന്റെ കയ്യിൽ ഒരു ലോഡ് പുസ്തകം, അമ്മാമ്മയുടെ കയ്യിൽ. അച്ഛന്റെ കയ്യിൽ ഒരു മുറിവീട്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇച്ചിരി വെള്ളം കുടിച്ചോ? അല്ല, എന്നാ സിഗരറ്റ് എവിടെ പോവാ? അമ്മാവ പുറകിൽ വലിയ മല എടുത്തോണ്ട് പോകുന്ന പോലെ ബൈബിളും പാട്ടൂസും എടുത്തോണ്ട് അമ്മാമ പുറകെ നടക്കും. അച്ഛൻ അതിന്റെ മുമ്പിൽ. ഈ ട്രെയിനൊക്കെ പോകത്തില്ലേ? ഈ പുക ഇങ്ങനെ, അതേപോലെ അച്ഛൻ എന്ത് ചെയ്യാ? ഞാനും പപ്പായും അമ്മയുണ്ട്. ഞങ്ങൾ ഇത് കണ്ടിട്ട് ചിരിക്കണോ കരയണോ? ഈ ചിരിയും കരച്ചിലും ദേഷ്യവും കൂടെ വരുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായി. അപ്പൊ പലരുടെ വിചാരം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പുക വലിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, ഇതെല്ലാം ബാക്കി. അതുകൊണ്ട് ഞാൻ ആരാ? പുതിയ മനുഷ്യൻ. നിങ്ങൾക്ക് പറയാൻ മടിയാ, കാരണം നിങ്ങള് ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്താ നിങ്ങൾക്ക് എന്നെക്കാളും പറയാൻ. നമ്മുടെ വിചാരം ഈ വലിയ ഇത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പണി ഒപ്പിച്ചു വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ഒപ്പിച്ചു വെച്ച് ഈ പ്രസംഗിക്കുന്നവരാണ്. അതുകൂടാതെ ചില വിശ്വാസികളും അത് ഏറ്റെടുത്തു. എന്നറിയോ? ഈ പാപത്തെ 2 കാറ്റഗറിയാണ്. എന്താ? വലിയ പാവം, ചെറിയ പെട്ടെന്നില്ല. നിങ്ങൾ തന്നെ ചിരിക്കുന്ന ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? 2 കാറ്റഗറിയാക്കി. വലിയ പാവം, വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു വാക്കേ പാപം എന്നല്ലാതെ വലിയ പാവവും ഇതാരാക്കി പണ്ട് ഹൗവാമ്മച്ചി കാണിച്ച പോലെ കാണിക്കുന്ന പരിപാടി. ദൈവം പറഞ്ഞു കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ മരിക്കും. സാത്താൻ ചോദിച്ചു, അമ്മച്ചി പറഞ്ഞു കഴിക്കരുതെന്നും മാത്രമല്ല തൊടരുതെന്നും ദൈവം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അമ്മച്ചി കൈ കെട്ടണം. അതുകൊണ്ട് എന്തോ പറ്റി? പിശാചിന്റെ മനസ്സിലായി ഇവളെ പെട്ടെന്ന് വീഴ്ത്താം. അപ്പൊ കയ്യിലിടുന്നവര്, ഞാൻ കഴിഞ്ഞ എവിടെയോ പ്രസംഗിച്ചെടുത്ത് കാഞ്ഞിരപ്പള്ളി എന്തോ ചർച്ചയിൽ, കയ്യിലിടുന്നവര് സൂക്ഷിച്ചോണം, നിന്നെ പെട്ടെന്ന് പിശാചി വീഴ്ത്തും. ഇടയ്ക്ക് അതുകൂടെ അങ്ങ് പറയും. ചിലരങ്ങനാണല്ലോ, ഉള്ളത് എന്ത് ചെയ്തില്ല, പറയത്തില്ല. ചിലർ ഉള്ളത് പറയും, അതിന്റെ കൂടെ എന്ത് ചെയ്യും? കൈന്നിടുന്നവര് സൂക്ഷിച്ചോണം, കൈന്നിടുന്നവരെ വീഴ്ത്തിയ ചരിത്രമാ ബൈബിൾ പഠിപ്പിക്കും. അപ്പൊ ദൈവം കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ മരിക്കും. അമ്മച്ചി പറഞ്ഞു കഴിക്കരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. പിശാചിന് മനസ്സിലായി ഇവള് കൈ നേടുന്നവളാ, അതുകൊണ്ട് ഇവള് മിക്കവാറും വീഴും. അതേപോലെ തന്നെ. അപ്പൊ ഇതൊരു ഉപദേശമായിട്ട് അങ്ങ് എടുത്തോണം കേട്ടോ. കൈ നേടാൻ നിൽക്കരുത്, പണി വരുന്നുണ്ട് കുറെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, പാപത്തെ വലിയ പാപവും ചെറിയ പാപവും എന്നുള്ള കാറ്റഗറിയിൽ എന്ത് ചെയ്തു? തിരിച്ചതാണ് പലർക്കും അബദ്ധം. അങ്ങനെ പാപമില്ല, പാപം എന്ന്. വലിയ വിശുദ്ധി, ചെറിയ വിശുദ്ധി എന്ന് ബൈബിളിൽ ഇല്ല. വിശുദ്ധി പെട്ടതില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇനി കുറച്ച് സമയം എന്നെ കേൾക്കാൻ, പിന്നെ ആരാധിക്കാം. കാരണം ഞാൻ എന്നെ വെളിപ്പെടുത്തിയ ഒരു വിഷയത്തിന്റെ വേര് ദൈവം അർത്ഥം. അടുത്തതിലേക്ക് വരാം. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടേ.
വലിയ പാപങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്നത് വിട്ടിട്ട് ദത്തെടുത്തവന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, ദത്തെടുത്തവന്റെ ഉടമസ്ഥതയിൽ ജീവിക്കുമ്പോൾ, അവന്റെ അഡ്രസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെറിയ പാപം എന്ന് വിശേഷിപ്പിക്കുന്ന പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ മാറിയിട്ടില്ലെന്നാണ്. സ്തോത്രം, സ്തോത്രം. വിടുന്നില്ല. നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്നലെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദൈവഹിതമില്ലാത്ത സ്വഭാവവും പുതിയ ഉടമസ്ഥൻ നിന്നെ ദത്തെടുത്ത് കഴിഞ്ഞാൽ മാറ്റണമെന്നാ പറയുന്നത്. നീ പിന്നെ പഴയ മനുഷ്യന്റെ ഒരു സ്വഭാവവും ഒരു വാക്കും ഒരു ജീവിത രീതിയും എടുക്കരുത്. ഇച്ചിരി പ്രയാസമാണ്, ഇച്ചിരി പ്രയാസമാണ്. കാരണം നിരന്തരമായി ഉപയോഗിച്ച വാക്കുകളൊക്കെ പെട്ടെന്ന് കളയാൻ, നിരന്തരമായി ഉപയോഗിച്ച പെട്ടെന്ന് കളയണമെന്ന് പാസ് പറഞ്ഞാൽ മതി. നാക്കെ തഴപ്പിച്ചിരിക്കുന്നു, നാവേല് തഴപ്പിച്ചിരിക്കുന്ന സംഭവം എങ്ങനെ പെട്ടെന്ന് അമ്മാമ്മ എന്നെ പതിരിക്കുന്നു, അമ്മാമ്മ ഇങ്ങോട്ട് നിൽക്കുന്നത് കാണട്ടെ ഞാൻ മുഖം സ്വത്രം. അത് പറഞ്ഞപ്പോ അമ്മാമ്മ പെട്ടെന്ന് തല ഉദിച്ചു. അല്ലേ ചുമ്മാ അമ്മാമ്മ ഇരിപ്പിന്റെ പ്രയാസം കൊണ്ടൊന്ന് ഉരിഞ്ഞതാണ്, എനിക്കറിയാം. അല്ലേ ലുയ്യ. ശ്രദ്ധിച്ചു കേട്ടെ. പുതിയ ഭവനത്തിൽ വന്നാൽ പഴയ വാക്കുകൾ ഉപയോഗിക്കരുത്. പുതിയ മനുഷ്യനായ പഴയ വാക്ക് ഉപയോഗിക്കരുത്. ആരോടൊക്കെയോ ഉള്ള ദൈവാലോചനയാണ് തിരുത്താനുള്ള പകലായത്. നിനക്കുറപ്പുണ്ടോ നിന്നെ ഒരുത്തൻ ദത്തെടുത്തെന്ന്? നിനക്കുറപ്പുണ്ടോ നീ പുതിയ മനുഷ്യനാണ്? നിനക്കുറപ്പുണ്ടോ നീ പുതിയ ഭവനത്തിലാണെന്ന്? ആ ഉറപ്പ് നിനക്കൊണ്ട് ഇത് അനുസരിക്കണം. പഴയ ചിന്തകൾ പുതിയ ഭവനത്തിൽ പുതിയ മനുഷ്യനായി കഴിഞ്ഞ ഉണ്ടാവരുത്. ദത്തെടുത്തവനെ, ചേർത്തു പിടിച്ചവനെ വേദനിപ്പിക്കരുത്. പഴയ സാഹചര്യ സമ്മർദ്ദങ്ങളിൽ നിന്നും പഴയ അനുഭവങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ചവനെ നീ വേദനിപ്പിക്കരുത്. ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. സ്തോത്രം ചെയ്യുക. പുതിയ മനുഷ്യൻ, പുതിയ ഭവനം. അതുകൊണ്ട് പഴയ സ്വഭാവം മാറ്റണമെന്ന് കർശനമായി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. പഴയ വാക്കുകൾ എന്ത് ചെയ്യണം? പുതിയ ഭവനത്തിൽ പുതിയ ഉടമസ്ഥന്റെ കീഴിലായിരിക്കുമ്പോൾ, പുതിയ അപ്പന്റെ മകനും മകളുമായിരിക്കുമ്പോൾ ആ രീതിയിൽ വേണം കഴിയാൻ, ആ രീതിയിൽ വേണം മുമ്പോട്ട് പോവാൻ. ആമേന് സ്തോത്രം പറഞ്ഞിട്ട് പൊടി തട്ടി പോയാ പോരാ, അനുസരിക്കണം. കേൾക്കുന്നുണ്ടോ? നിന്റെ വാക്കുകൾ ശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. നിന്റെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ആ അന്നേതി അത് പ്രാർത്ഥിക്കണമെന്നൊരു ആഗ്രഹം വരണമെങ്കിൽ ഈ ചിന്ത വേണം. ഞാൻ പഴയ വീട്ടിലല്ല, ഞാൻ പഴയ ഉടമസ്ഥന്റെ കീഴിലല്ല, ഞാൻ പഴയ അനുഭവത്തിലല്ല. എന്നെ ഒരുവൻ ദത്തെടുത്തു, പുതിയ ഭവനത്തിലാക്കി, പുതിയ അവകാശത്തിലാക്കി. ഞാനൊരു പുതു മനുഷ്യനുണ്ട്. അവിടെ നിന്ന് പറയാൻ ഒത്തിരി ഉണ്ടെന്നാ, പക്ഷെ തീരത്തില്ല. ഇതിനെ നിങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇതിനെ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാൻ ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു വചന ഭാഗം കൂടെ തൊട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ വായിക്കണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായമാണ്. ഇപ്പൊ ആരും വായിക്കാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. തുറക്കാനും നിൽക്കണ്ട. വെച്ചൊരു ബൈബിളുണ്ട്.
അല്ലെങ്കിൽ എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം. മറക്കരുത്, ദൂത് അവൻ നമ്മളെ ദത്തെടുത്ത് അവകാശത്തിലാക്കി, കുടുംബത്തിലാക്കി. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ഒരു സംഭവമുണ്ട്. ഹല്ലേലൂയ. ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ശൗലിന്റെ മകനായിരുന്നു യോനാഥാൻ. ശൗലിന്റെ കൊച്ചുമകനായിരുന്നു മെഫീബോശെത്ത് എന്ന് പറയുന്ന പേര്. മനസ്സിലാകുന്നുണ്ടോ? ആ മെഫീബോശെത്തിന്റെ ചരിത്രമാണ് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഫീബോശെത്ത് എന്ന വാക്കിന്റെ അർത്ഥം ലജ്ജ മറയ്ക്കുന്നവൻ, വിഗ്രഹങ്ങളെ തകർക്കുന്നവൻ എന്നൊക്കെയാണ് മെഫീബോശെത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഞാൻ ആ 9-ാം അധ്യായത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ചു കാണിക്കാം, ശ്രദ്ധിച്ചു കേട്ടോണം. കൊട്ടാരത്തിൽ സുഖ സൗകര്യങ്ങളോടെ ജനിച്ച് വളർന്നു വന്ന ഒരു പൈതലായിരുന്നു മെഫീബോശെത്ത് എന്ന് പറയുന്ന പൈതൽ. എന്നാൽ പെട്ടെന്ന് ഫിലിസ്ത്യർ ജനത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തിൽ ശൗലും യോനാഥാനും ഒരു ദിവസം തന്നെ കൊല്ലപ്പെട്ടു. അപ്പനും മരിച്ചു, വല്യപ്പനും മരിച്ചു, മെഫീബോശെത്തിന്റെ. അപ്പോൾ അവന്റെ പ്രായം 5 വയസ്സാണ്. 5 വയസ്സാ പ്രായം. അപ്പനെയും വല്യപ്പനെയും കൊന്ന ഫിലിസ്ത്യർ കൊട്ടാരത്തിലേക്ക് വരുന്നു എന്ന വാർത്ത പരിചാരിക അറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ഈ കുഞ്ഞിനെ എങ്കിലും എന്ത് ചെയ്യണം, രക്ഷിക്കണം എന്നുള്ള ചിന്തയിൽ അവൾ പെട്ടെന്ന് അവനെ എടുത്തുകൊണ്ട് പരിഭ്രാന്തിയിൽ ഓടിയപ്പോൾ അവളുടെ കയ്യിൽ ഈ കുഞ്ഞ് താഴെ വീണു. താഴെ വീണിട്ട് അവന്റെ 2 കാലിലെയും അസ്ഥികൾ ഒടിഞ്ഞു. വചനം ഇങ്ങനെ പറയുന്നത്, ആ പൈതൽ തളർന്നു പോയി. അവൻ എന്ത് ചെയ്തു? തളർന്നു പോയി. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ ദിവസം തന്നെ അവന്റെ വല്യപ്പനും അപ്പനും അവന് തകർന്നു. അവന് നഷ്ടമായി. അവന്റെ കൊട്ടാരം അവന് നഷ്ടമായി. അവന്റെ രാജകീയ ജീവിതം അവന് നഷ്ടമായി. എന്തിന്? അവന്റെ കാലുകൾ പോലും അവന് നഷ്ടമായി. ഈ മെഫീബോശെത്ത്, ഹല്ലേലൂയ, സ്തോത്രം, തുടർന്ന് പുല്ലുപോലും മുളയ്ക്കാത്ത സ്ഥലം എന്നർത്ഥം വരുന്ന ലോ ദെബാറിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, എന്ന് വെച്ചാൽ ഇസ്രായേൽ നദിക്കപ്പുറം ഒരു വരണ്ട ദേശമാണ്. ഒരു വരണ്ട ദേശം, ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ദേശം. ലോ ദെബാർ എന്ന് പറയുന്ന ദേശത്ത് മാരീകിന്റെ ഭവനത്തിൽ ഈ മെഫീബോശെത്ത് ഒളിച്ച് താമസിക്കുക. ശ്രദ്ധിക്കണം, അവനെല്ലാം എന്ത് ചെയ്തു? കേൾക്കുന്നുണ്ടോ? അവനെല്ലാം നഷ്ടമായി. അവന്റെ രാജകൊട്ടാരം നഷ്ടമായി, അവന്റെ അപ്പൻ വല്യപ്പൻ നഷ്ടമായി, അവന്റെ ജീവിതം നഷ്ടമായി. എന്തിനവന്റെ കാലുകൾ പോലും. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കണ്ടോണം കേട്ടോ. എല്ലാം തകർന്നു. പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥലം എന്നർത്ഥം വരുന്ന ലോ ദെബാറിൽ ഒളിച്ച് അവൻ താമസിച്ചു. താമസിച്ച സമയത്ത് അവന്റെ ഉള്ളിലെ ഭയം, നാളെ എന്നെ തേടി ആരെങ്കിലും വരുമോ? നാളെ എന്നെ തേടി
ആരെങ്കിലും വരുമോ എന്നുള്ളതാണ് അവന്റെ ഭയം. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, എന്നാലേ ദൂത് മനസ്സിലാകും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ അവൻ അങ്ങനെ ഭയപ്പെട്ടെ? പുരാതന കാലത്ത് പുതിയ ഒരു രാജവംശം രാജകീയ അധികാരത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവരാദ്യം ചെയ്യുന്നത് പൂർവ രാജാവിന്റെ മക്കളെയും കൊച്ചുമക്കളെയും തെരഞ്ഞു പിടിച്ച് കൊന്നുകളയും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ രാജഭരണത്തിൽ ഇടയ്ക്ക് മുൻപ് ഭരിച്ച രാജാവിന്റെ ഒരു തലമുറക്കാരും വന്ന് രാജഭരണത്തിനെതിരെ കലാപം ഉണ്ടാക്കാതിരിക്കാൻ ഇവര് രാജഭരണത്തിലേക്ക് വരുമ്പോ തന്നെ മുൻപ് ഭരിച്ചവരുടെ തലമുറകളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആരും പിന്നെ എന്ത് ചെയ്തില്ല, ഭരണം ചോദിച്ചുകൊണ്ട് വരത്തില്ല എന്ന് പുരാതന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെ കുറിച്ച് ഹല്ലേലൂയ മെഫീബോശെത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ തേടി ആരെങ്കിലും വരുമോ എന്ന് ആ വരണ്ട, ആരും വരാത്ത ദേശത്തു പോലും അവന് ചിന്ത വരികയും ഭയപ്പെടുകയും ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ദാവീദിന്റെ മുൻപിൽ ഒന്നാമത്തെ ശത്രുവാകേണ്ടവനാണ് മെഫീബോശെത്ത് എന്ന് പറയുന്ന ആ പൈതൽ, അല്ലേ? ഈ ഒരു സിസ്റ്റം പ്രകാരം ദാവീദ് രാജകീയ ഭരണത്തിൽ വന്നപ്പോൾ ദാവീദിന്റെ മുൻപിൽ ഒന്നാമത്തെ വില്ലൻ ആരാകണം? മെഫീബോശെത്ത് ആകണം, അല്ലേ? ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് അവന്റെ കാതിൽ ഒരു ശ്രുതി കേട്ടു, ദാവീദ് എന്നെ അന്വേഷിക്കുന്നു. എന്താ? കൈന്നുപോയി. ദാവീദ് എന്നെ, അവനെന്തു ഭയപ്പെട്ടു ആ വാർത്ത അവന്റെ കാതിൽ വന്നു. ഇവിടെ നിങ്ങളൊരു പദം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മെഫീബോശെത്ത് ദാവീദിനെ അല്ല അന്വേഷിച്ചത്, ദാവീദ് മെഫീബോശെത്തിനെ അന്വേഷിച്ചു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നോണം. ഞാൻ ഈ പറഞ്ഞ കാര്യം സ്തോത്രം ചെയ്യുന്നു. ദാവീദ് എന്തുകൊണ്ടാണ് പുരാതന കാലത്തെ സിസ്റ്റം അനുസരിച്ച് തന്റെ ശത്രുവായി കാണേണ്ടവനെ ശ്രദ്ധിച്ചിരുന്നേ? ഈ കണ്ണടച്ചിരിക്കുന്നവരൊക്കെ കണ്ണ് തുറന്ന് എന്നെ നോക്കിയിരുന്നു. പ്രാർത്ഥിക്കാൻ നേരത്തെ അടയ്ക്കത്തില്ല, അല്ലാതെ പഠിച്ചോണ്ടിരിക്കുക. സ്തോത്രം. എന്നെ നോക്കിയിരുന്നു. അവസാനം അടയ്ക്കാൻ ഞാൻ സമയം തരാം. ഹല്ലേലൂയ. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇതിന്റെ അകത്തൊരു മർമ്മം കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഞാനിത് ഗൗരവമായിട്ട് പറയുന്നത് ഇത് ഗൗരവമുള്ള ഒരു ദൂതായോണ്ടാണ്. തമാശ ഇടകലർത്താത്തത് അതുകൊണ്ടാണ്. വളരെ ഗൗരവമായി കിടക്കണം, കേൾക്കണം. ഇത് ദത്തെടുപ്പിന്റെ വെളിപ്പാടായത്. ഹല്ലേലൂയ. സ്തോത്രം. മടങ്ങി വരുന്നു. എന്തുകൊണ്ടാണ് ദാവീദിന്റെ സിസ്റ്റം അനുസരിച്ച് ദാവീദിന്റെ ഒന്നാമത്തെ ശത്രുവിൽ എണ്ണപ്പെടേണ്ടവനെ ദാവീദ് അന്വേഷിച്ചത്? അതിന് പുറകിൽ ഒരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. ദാവീദിനെ പലപ്പോഴും ശൗൽ കൊന്നുകളയാൻ തീരുമാനവും തന്ത്രങ്ങളും അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയപ്പോൾ ദാവീദിനെ ജീവൻ പണയം വെച്ച് രക്ഷിച്ചത് യോനാഥാനാണ്. എന്ന് വെച്ചാൽ ശൗലിന്റെ മകൻ, മെഫീബോശെത്തിന്റെ അപ്പൻ. അന്ന് ഹല്ലേലൂയ യോനാഥാൻ തന്റെ ജീവൻ പണയം വെച്ച് ദാവീദിനെ രക്ഷിച്ചപ്പോൾ ഹല്ലേലൂയ ദാവീദിനോട് യോനാഥാൻ പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. ഒരു ഹല്ലേലൂയ ദാവീദിനോട് പറയുന്ന തന്റെ ഒരു ആഗ്രഹമുണ്ട്. അത് ദാവീദും യോനാഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ്. സ്തോത്രം. യോനാഥാൻ ഹല്ലേലൂയ മരിച്ചു വീഴുന്നതിന് മുമ്പ് ദാവീദിനോട് യോനാഥാൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ: ഞാൻ മരിച്ചാലും എന്റെ കുടുംബത്തോട് നിന്റെ ദയ അവസാനിക്കരുത്. എത്ര പേരാമേ പറയും? ഞാൻ മരിച്ചു പോയാലും, ഞാൻ തകർക്കപ്പെടേണ്ടി വന്നാലും, ദാവീദേ
എന്റെ കുടുംബത്തോടുള്ള നിന്റെ ദയ അവസാനിക്കരുത്, നിന്റെ ദയ അവസാനിക്കരുത് ദാവീദേ എന്ന് യോനാഥാൻ ദാവീദിനോട് പറഞ്ഞ ആ ഉടമ്പടി യോനാഥാൻ മരിച്ചെങ്കിലും ദാവീദ് മറന്നില്ല. യോനാഥാൻ മരിച്ചുപോയെങ്കിലും ദാവീദ് അത് മറന്നില്ല. എത്ര പേരാമേ പറയും? എത്ര പേരാമേ പറയും? യോനാഥാൻ മരിച്ചു, ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ യോനാഥാൻ മരിച്ചു. പക്ഷേ ദാവീദ് അത് മറന്നില്ല. ദാവീദ് ആദ്യം ചോദിച്ച ചോദ്യം ഇതാ, അങ്ങനെ ശൗലിന്റെ കുടുംബത്തിൽ, യോനാഥാന്റെ കുടുംബത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ശേഷിപ്പിച്ചിട്ടുണ്ടോ? അവരോട് എനിക്ക് ദൈവത്തിന്റെ ദയ കാണിക്കണം, അവരോട് എനിക്ക് ദൈവത്തിന്റെ ദയ കാണിക്കണം എന്നാ ദാവീദ് പറഞ്ഞത്. രാജകീയ അധികാരത്തിലേക്ക് മടങ്ങി വന്നപ്പോ ദാവീദ് പറഞ്ഞത്, അന്ന് ആദ്യം ചോദിച്ച ചോദ്യം അത്, ശൗലിന്റെ കുടുംബത്തിന്റെ അകത്ത്, യോനാഥാന്റെ കുടുംബത്തിന്റെ അകത്ത് ശേഷിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഓ സ്തോത്രം, സ്തോത്രം. ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട ദൂതല്ല, പക്ഷെ ദൈവം തരുന്നോണ്ട് ഞാൻ അങ്ങ് പറയുന്നു, ഒരു ഉപദേശമായിട്ട് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നീ നല്ലത് ചെയ്താൽ നിന്റെ തലമുറയ്ക്ക് നാളെ അത് ഗുണ. നീ നല്ലത് ചെയ്താൽ നിന്റെ തലമുറയ്ക്ക് നാളെ അത് ഗുണ. ഇത് ചിലരോടുള്ള ദൈവശബ്ദമായതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, നീ നല്ലത് ചെയ്താൽ നിന്റെ തലമുറയ്ക്ക് അത് ഗുണ. യോനാഥാൻ ദാവീദിന് വേണ്ടി ചെയ്തത് ദാവീദ് മറന്നില്ല. ദാവീദിനോട് പറഞ്ഞ കാര്യം ദാവീദ് മറന്നില്ല. ദാവീദ് ആദ്യം ചോദിച്ച ചോദ്യം അതാണ്, ശൗലിന്റെ കുടുംബത്തിൽ, യോനാഥാന്റെ കുടുംബത്തിൽ ആരെങ്കിലും എവിടെങ്കിലും ശേഷിക്കുന്നുണ്ടോ? അറിവ് കിട്ടി, അറിവ് കിട്ടി. ലോദബാറിൽ, ഹല്ലേലൂയ സ്തോത്രം, മാരീഹിന്റെ വീട്ടിൽ യോനാഥാന്റെ മകനുണ്ട്. യോനാഥാൻ ആ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനൊരു ശബ്ദം കേട്ടു. ഈ ഭാഗമൊക്കെ വായിപ്പിച്ച് നിർത്തി നിർത്തി പറഞ്ഞാൽ 1000 ദൂതുകളുണ്ട് ഇതിനകത്ത്. 9-ാം അധ്യായത്തിൽ 1000 ദൂതുകളുണ്ട്. പക്ഷേ എനിക്ക് ദൈവം തന്ന വചനവുമായി ബന്ധപ്പെട്ട ദൂത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആ ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. വായിക്കുമ്പോ തന്നെ നിങ്ങളോട് ദൈവം സംസാരിക്കും. അത്രയ്ക്കും മനോഹരമായ ഒരു ഭാഗമാണ് ഹല്ലേലൂയ 9-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ, അവൻ ഹല്ലേലൂയ ലോദബാറിൽ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഭയപ്പെട്ടിരിക്കും. പെട്ടെന്ന് അവനൊരു ശബ്ദം കേൾക്കുക, കുതിരകളുടെ കുളമ്പടി, രഥചക്രങ്ങളുടെ ശബ്ദം അവന്റെ കാതി കേൾക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ഇത് കേൾക്കും. അവൻ കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഭയം വന്നു. എന്താ ഭയം എന്നറിയാമോ? ഹല്ലേലൂയ, പുതിയ രാജാവ് എന്നെ തകർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നെ ഹല്ലേലൂയ ഈ ഭൂമുഖത്തുനിന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഹല്ലേലൂയ, കുളമ്പടിയുടെ ശബ്ദവും രഥചക്രങ്ങളുടെ ശബ്ദവും അടുക്കും തോറും അവന്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി, അവന്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൂരേന്ന് കേട്ട ശബ്ദം അവന്റെ കാതിന്റെ അടുക്കലായി. മാരീകിന്റെ ഭവനത്തിന്റെ മുൻപിൽ രാജകൊട്ടാരത്തിൽ നിന്ന് വന്ന അധികാരികളും രാജാവിന്റെ രഥവും കുതിരകളും ലോദബാറിൽ വന്നു. മറക്കരുത്, പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥലത്ത്, വരണ്ട സ്ഥലത്ത്, ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ഇപ്പൊ വന്ന് നിൽക്കുന്നത് കൊട്ടാരത്തിലെ വണ്ടിയാണ്. ഇപ്പൊ വന്ന് നിൽക്കുന്നത് കൊട്ടാരത്തിലെ വണ്ടിയാണ്. ഇപ്പൊ വന്ന് നിൽക്കുന്നത് കൊട്ടാരത്തിലെ ഭരണാധികാരികളാണ്. ചോദിച്ചു, ശൗലിന്റെ കൊച്ചുമകൻ യോനാഥാന്റെ മകൻ മെഫീബോശത്ത് ഇവിടെ ഉണ്ട്. അവനെ വന്ന് നോക്കിയപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങാൻ കഴിയാത്തൊരു കുഞ്ഞ്, ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങാൻ വയ്യാത്തൊരു മകൻ. ഗോത്രം അവര് വിചാരിച്ചു തൂക്കി വലിച്ച് എടുത്തോണ്ട് പോവായിരിക്കുമെന്ന്. പക്ഷേ തൂക്കി വലിച്ചല്ല എടുത്തത്. അവൻ ഒരു വേദന ഇല്ലാത്ത വിധത്തിൽ, അവൻ ഒരു വിഷമം വരാത്ത വിധത്തിൽ അവനെ അവർ
സുരക്ഷിതമായി എടുത്തു. ഇതൊക്കെ ഇതിനകത്തൊക്കെ ഒരു ദൂതുണ്ട്. പക്ഷെ എന്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തോണ്ട് ഞാനങ്ങ് വിടുക. അവനെ സുരക്ഷിതമായിട്ട് എടുത്തിട്ട് അവനെ ദാവീദ് രാജാവിന്റെ വാഹനത്തിന്റെ അകത്ത് സുരക്ഷിതമായി. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ വിഷയം മറക്കരുതേ, ദത്തെടുപ്പ് മറക്കരുത്. നിങ്ങൾക്കറിയാമോ, ദെബാറിൽ നിന്ന് യെരുശലേം വരെ ദീർഘദൂര യാത്രയുണ്ട്. ആ യാത്രകളിൽ അവൻ ഒരു കേടും പറ്റാതെ, അവൻ ഒരു അസ്വസ്ഥതയും ഉണ്ടാകാതെ, അവനൊരു ബുദ്ധിമുട്ടും വരാതെ അവനെ സുരക്ഷിതമായി കൊട്ടാരത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു. എന്താ കാര്യം? അല്ലെങ്കിൽ നിന്നെ കൊണ്ടുവരാൻ, നിന്നെ സുരക്ഷിതമായി കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞത് രാജാവാണ്. വെളിപ്പാട് മനസ്സിലാകുന്നവർക്കായി സ്തുതിക്കുന്നു. രാജാവാണ് ഞങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, തിരുവെടുത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ആ കൊട്ടാരത്തിൽ വന്നപ്പോൾ, കൊട്ടാരത്തിന്റെ വാതിൽക്ക് വന്നപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അവന് കഴിയത്തില്ല. കാരണം അവന്റെ രണ്ടു കാലും തളർന്നിരിക്കുകയാ. ഉടനെ അവനെ വാഹനത്തിൽ കയറ്റിയ ആ ഭരണാധികാരികൾ തന്നെ സുരക്ഷിതമായി, ശ്രദ്ധിക്കണേ, സുരക്ഷിതമായി അവനെ ആ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി കൊട്ടാരത്തിന്റെ അകത്ത് ദാവീദിന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയപ്പോ അവന്റെ ഉള്ളിലെ ഭയം, ഞാൻ മരിക്കാൻ പോകുന്നു. അവന്റെ ഉള്ളിലെ ചിന്ത, ഞാൻ മരിക്കാൻ പോകുന്നു. കാരണം സിസ്റ്റം അങ്ങനെ, ഞാൻ മരിക്കാൻ പോകുന്നു. അവൻ പറഞ്ഞൊരു വാക്കച്ച എന്റെ കണ്ണു നിറച്ചു. ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ വചനം ധ്യാനിച്ചപ്പോൾ മെഫീബോശെത്ത് ദാവീദിന്റെ മുമ്പിൽ നിസ്സഹായനായി ഇരുന്നുകൊണ്ട് പറഞ്ഞ വാക്ക് എന്റെ കണ്ണ്, സത്യത്തിൽ ഞാൻ ഇന്നലെ രാത്രി ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഹല്ലേലൂയ അതിന്റെ ഗൗരവത്തോടെ ഇരിക്കാൻ പറ്റും? എത്ര പേർക്ക് നിങ്ങൾക്ക് അതിന്റെ ഗൗരവത്തോടെ കേൾക്കാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ ചത്ത നായെ പോലെയാണ്. ഒരു മകൻ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണാം. ഹല്ലേലൂയ. ഉറക്കം തൂങ്ങിയിരിക്കരുതേ, അലസമായിരിക്കരുത്. ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണ്. രാജകൊട്ടാരത്തിൽ ജനിച്ച് ജീവിച്ചു, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നവൻ. അവൻ രാജാവിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയുന്ന വാക്ക് കേട്ട കവിണ് വീണ്ടും പറയും, ഞാനോ ചത്ത നായക്ക് സമൻ. അങ്ങനെ പറയണമെങ്കിൽ എന്തോ ഗതികെട്ട അവസ്ഥയായിരിക്കും. ഞാനോ ചത്ത നായെ പോലുള്ളവനാണ് ഞാൻ. രാമൻ എത്ര പേര് പറയും, ഞാൻ ചത്ത നായെ പോലുള്ളവനാണ്. ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെങ്കിലും ദാവീദിന് കരുണ തോന്നട്ടെ എന്നവൻ ചിന്തിച്ചു കാണും. അവന്റെ ഉള്ള അവസ്ഥ പറഞ്ഞു. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കൊട്ടാരത്തിൽ ജീവിച്ചു വളർന്ന ആ പൈതൽ അഞ്ചാമത്തെ വയസ്സിൽ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയ പൈതൽ, ഇത്രയും നാളും ഭയത്തോടെ ജീവിച്ച ആ പൈതൽ, അവൻ കൊട്ടാരത്തിൽ വന്നു നിന്നിട്ട് രാജാവിനോട് പറയാൻ, ഞാൻ ചത്ത നായെ പോലുള്ളത്. പക്ഷെ ദാവീദിന്റെ മറുപടി കേൾക്കണം. ദാവീദിന്റെ മറുപടി, ഭയപ്പെടേണ്ട. സ്വതന്ത്രം 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 ഓനെ മെഫീബോശെത്തേ, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട. നിനക്ക് ഞാൻ രണ്ടുറപ്പ് തരുന്നു. ഒന്ന്, നിന്റെ വല്യപ്പനായിരിക്കുന്ന, നിന്റെ മുത്തച്ഛനായിരിക്കുന്ന ശൗലിന്റെ എല്ലാ നിലങ്ങളും സ്വത്തുക്കളും ഞാൻ നിനക്ക് എഴുതി തരും. രണ്ട്, നീ എന്റെ രാജകീയ മേശയിൽ ഇരുന്ന് ഇന്ന് മുതൽ ആഹാരം കഴിയും.
രാജാവിന്റെ രാജകീയ മേശയിങ്കൽ ആഹാരം കഴിക്കാൻ ഒരാൾക്ക് അനുവാദമുള്ളൂ. രാജാവിന്റെ തലമുറയ്ക്ക് ദാവീദ് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നു മുതൽ നീ എന്റെ മകനായി, ഇന്നു മുതൽ നീ എന്റെ മകനായി. ദാവീദ് അവന് തന്റെ മകന്റെ പദവി നൽകി എന്ന് പറഞ്ഞാൽ അർത്ഥം ദാവീദിന്റെ ചോരയല്ല മെഫീബോശെത്ത്, ദാവീദിന്റെ ചോരയല്ല മെഫീബോശെത്ത്, പക്ഷേ ദാവീദ് അവനെ മകനായി ഏറ്റെടുത്തു. ദാവീദ് അവനെ മകനായി ഏറ്റെടുത്തു. എന്തിനാ? രാജകീയ മേശയിൽ നീ ഇരിക്കുമെന്ന് ദാവീദ് പറഞ്ഞത്. ഹല്ലേലൂയ. രാജകീയ മേശയുടെ അടുത്ത് അവനെ ഇരുത്തിയാൽ ആ മേശ അവന്റെ കുറവിനെ മറക്കും. ആ മേശ അവന്റെ കുറവിനെ മറക്കും. ആര് അവന്റെ കാലുകളെ താഴത്തില്ല, അവന്റെ കാലുകളെ താഴത്തില്ല. രാജകീയ മേശ ദാവീദ് അന്വേഷിച്ചത് എന്താ? ദാവീദ് ആളെ വിട്ടത് എന്താ? ദാവീദ് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ എന്താ? നീ എന്റെ മകനാണ് ദാവീദ് പറഞ്ഞ എന്താ? ഒറ്റ വാക്കേ ഉള്ളൂ, കൃപ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ തിരുഹിതത്തിന്റെ പ്രസാദം. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാവുന്നുണ്ട്? ആരാ മെഫീബോശെത്ത്? അത് ഞാനും നീയുമാ. മെഫീബോശെത്തിന്റെ പൊരുളാണ് ഞാനും നീയും. എങ്ങനെ കിടന്നതാ? കുറവുള്ളതായി കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന, നിർജ്ജന പ്രദേശത്ത് കിടന്ന, വരണ്ടയിടത്ത് ജീവിച്ച, ആരും വരാൻ മടിക്കുന്നിടത്ത് കിടന്ന മെഫീബോശെത്തുമാരായിരുന്നു നമ്മൾ. ആരാ? യോനാഥാൻ. അതിന്റെ പൊരുള ക്രിസ്തു, അതിന്റെ പൊരുള ക്രിസ്തു. യോനാഥാൻ അതിന്റെ പൊരുള ക്രിസ്തു. ഈ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു ആരാ? ദാവീദ്. ദാവീദാണ് സർവശക്തനായ പിതാവായ ദൈവം പൊരുളായിരിക്കുന്നത്. അതിന്റെ പിതാവ് ദാവീദും യോനാഥാനുമായിട്ടുള്ള ഉടമ്പടി പോലെ പിതാവായ ദൈവവും പുത്രനായി കൊടുത്ത ഉടമ്പടി ദൈവശക്തി വ്യാപരിക്കുന്നു. ശക്തി വ്യാപരിക്കുന്നു. ശക്തി വ്യാപരിക്കുന്നു. വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. മെഫീബോശെത്ത് നമ്മുടെ നിഴലാണ്. യോനാഥാൻ യേശുവിന്റെ നിഴലാണ്. സ്തോത്രം. ദാവീദ് പിതാവായ ദൈവത്തിന്റെ നിഴലാണ്. സ്തോത്രം. ഒരു വചനം എടുത്തിട്ട് അത് ഇതും പറയുന്ന രീതിയല്ല ബിജോ പാസ്റ്ററുള്ളത്. എനിക്ക് ആ വചനത്തിന്റെ വെളിപ്പാടിൽ തന്നെ നിന്ന് ശുശ്രൂഷിക്കണം.
എനിക്ക് ആ വചനത്തിന്റെ വെളിപ്പാടിൽ വ്യാഖ്യാനിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ പദവിധി മറക്കരുത്, നിന്റെ ദത്തെടുത്ത സ്നേഹം മറക്കരുത്. പോലെ എവിടെയോ കടന്നു ഞാൻ വാക്ക് പറഞ്ഞു, ഞാൻ മുമ്പേ ഒരു വാക്ക് പറഞ്ഞു. മെഫീബോശത്ത് ദാവീദിനെ അന്വേഷിച്ചതല്ല, ദാവീദ് അവനെ അന്വേഷിച്ചു. നീ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ കൈയടിക്കാതിരിക്കും, എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ കണ്ണു പറയാതിരിക്കും, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കും, എങ്ങനെ ദൈവത്തെ ആത്മവിക്കാതിരിക്കും. കുറവുള്ള എന്നെയും എന്നെയും ലോകമാതിനെ ആരും തിരിഞ്ഞു വരാത്ത, ആർക്കും വേണ്ടാത്ത, ഒരു ദിവസം അതിനെ പറയുന്നു, വിജനമായ വരണ്ട പുല്ലുപോലും മുളയുന്ന മെഫീബോശത്തിനെ കൊട്ടാരത്തിൽ എത്തിച്ചു. ഇതാണ് എന്റെ വെളിപ്പാട്, ഇതാണ് എന്റെ വെളിപ്പാട്. ഏതാ ഈ കൊട്ടാരം? ഇത് നിഴലാണ്. കൊട്ടാരത്തിന്റെ പൊരുൾ ദൈവഭവനം, കൊട്ടാരത്തിന്റെ പൊരുൾ ദൈവഭവനം, കൊട്ടാരത്തിന്റെ പൊരുൾ ദൈവഭവനം. ആ കൊട്ടാരത്തെ ഭരിക്കുന്ന രാജാവ് പറയാ, ഇന്നു മുതൽ നീ എന്റെ മകൻ, ഇന്നു മുതൽ നീ എന്റെ മകൻ. ദൈവീക രാജ്യ കൊട്ടാരത്തിലെ ഭരിക്കുന്ന രാജാവായ പിതാവ് എന്നെയും നിന്റെയും നോക്കി പറയുക, നിന്റെ ദത്തെടുത്തതിന്റെ കാര്യം, നീ എന്റെ മകൻ, നീ എന്റെ മകൻ. എത്ര പേർക്ക് നന്ദിയോടെ സ്തുതിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, രാജകീയ മേശ അവന്റെ കുറവിനെ മറച്ചു. എത്ര പേർക്ക് രാമേ പറയാം? രാജകീയ മേശയുടെ വരുമ്പോ ഒരു കുറവുമില്ലാത്ത മെഫീബോശത്തിനെ അവര് കാണുന്നത്. കാരണം അവന്റെ കുറവിനെ രാജകീയ മേശ മറച്ചത്, രാജകീയ മേശ മറച്ചത്. എത്ര പേർക്ക് ഞാൻ പറയുന്ന വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? നിനക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതിനെ മറയ്ക്കുന്ന ഒരു കൃപയുണ്ട്. നിനക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതിനെ മറയ്ക്കുന്ന ഒരു കൃപയുണ്ട്. നിനക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതിനെ മറയ്ക്കുന്ന ഒരു കൃപ സ്ഥാപിച്ചത്. ഒരു നിമിഷവും എഴുന്നേറ്റ്, എല്ലാവരും ഒരു നിമിഷവും എഴുന്നേറ്റ് നിന്നാണ്. എഴുന്നേറ്റ് നിന്നവർ